വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നേ അപ്പോൾ എടുത്ത എൻ്റെ അനിയൻ്റെ മോളുടെ ഫോട്ടോസാണിത്. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരാൻ നേരം വിഷുവിന് ഒരു 2 ദിവസം മുമ്പാണ് ഞങ്ങൾ ആലപ്പുഴ പോയി വരുന്നത്. അപ്പോൾ തിരിച്ചു പോകാൻ നേരം വിഷുക്കണി വെക്കാനായിട്ട് പോകുന്ന വഴി ചക്ക കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് ഉള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കേശവനാണെങ്കിൽ ഒരുപാട് ദിവസമായി ചക്ക വേണമെന്ന് പറഞ്ഞ് വെയിറ്റിംഗ് ആണ്. വിഷുവിന് മേടിക്കാം എന്നുള്ള ഒരു പറച്ചിലിൻ്റെ പുറത്താണ് അവൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇത് വിഷു സ്പെഷ്യൽ വീഡിയോ ആണ്, വിഷു ഒരുക്കങ്ങളുടെ ഒക്കെ ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ പാർട്ട് 2 ഉണ്ട്. നമ്മുടെ വിഷു ആഘോഷങ്ങൾ, ചെറിയ രീതിയിലുള്ള വിഷു ആഘോഷമാണ് ഇപ്രാവശ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് ഷിഫ്റ്റിംഗ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ചക്ക വാങ്ങിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. വീടിന് പോകുന്ന വഴി തന്നെയാണ് ആ ഒരു സ്ഥലം. അവിടെ ചക്കയും കൈതച്ചക്കയൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നല്ല കൈതച്ചക്കയും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടാറുണ്ട്. അപ്പോൾ കൈതച്ചക്കയും വാങ്ങിക്കണം, ചക്കയും വാങ്ങിക്കാനുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ വന്നത്. കഴിഞ്ഞ ദിവസം വിളമ്പഴി പോയപ്പോഴൊക്കെ നല്ല നല്ല ചക്ക ഇരിക്കുന്നുണ്ട്. അപ്പോൾ വിഷു അടുപ്പിച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ചക്കയൊന്നും അത്ര വലിയ കാണാനൊക്കെ ഒരു ഭംഗിയൊന്നും ഇല്ലാത്തൊരു ചക്കയായിരുന്നു, ചുക്കിച്ചുളുങ്ങിയ പോലത്തെ. പിന്നെ അതിൽ നിന്ന് കൂട്ടത്തിൽ കൊള്ളാവുന്ന ഒരു പീസ് ഞാൻ എടുത്തു. കേശുട്ടൻ ഭയങ്കര ഹാപ്പിയായി. അതിനുശേഷം ഞാൻ ആ ചക്ക വാങ്ങിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തലേന്ന് വിഷുവിൻ്റെ തലേന്നുള്ള വീഡിയോ ആയിരുന്നു ഇത്. ചേട്ടൻ കമ്പനി പോയിട്ട് വരുന്ന വഴി പടക്കമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ആ സീനൊക്കെയാണ് ആദ്യം കണ്ടത്. അതിനുശേഷം ഞങ്ങൾക്ക് വിഷു കോടി എടുക്കാൻ പോവുകയാണ്. എനിക്കും കേശൂട്ടനും എടുക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. ചേട്ടൻ ഓൾറെഡി ആലപ്പുഴ പോയപ്പോഴത്തേക്കും അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് ഷർട്ട് എടുത്തു. ഷർട്ടൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞ് പുള്ളി എന്ത് ചെയ്യുന്നറിയാമോ, ഇപ്പോൾ 2 ഷർട്ടാണ് എടുത്തേക്കുന്നത്. ഇവിടുന്ന് എടുത്തു, അവിടുന്ന് എടുത്തു. അത് ഞാൻ പറഞ്ഞായിരുന്നു, വേണ്ടാന്ന് പറയുകയും ചെയ്ത് ഇപ്പോൾ എടുത്തപ്പോഴത്തേക്കും 2 എടുത്തല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കേശൂട്ടനും എനിക്കും ദുതിയോന്നാണ് ചേട്ടനും അത് ഈ കാണുന്ന ഷർട്ടാണ് എടുത്തത്. ഇട്ടൊക്കെ നോക്കി കേശുട്ടൻ പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ പ്രൈസ് ടാഗും ഈ മറ്റേ ആ ഒരു സൈസ് ഒക്കെ എഴുതിയ ടാഗൊക്കെ പറിച്ച് കളിക്കലാണ് പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വാങ്ങിച്ച ചക്ക കണി വെക്കും മുമ്പ് പഴുത്തിട്ട് പിന്നെ അത് മുറിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ പിന്നെ ചക്ക വാങ്ങിക്കണമെന്നുള്ള പ്ലാനിങ്ങിലിരുന്നപ്പോഴത്തേക്കും കണി വെക്കാനുള്ള വാഴയിലും തപ്പി ഞാൻ ഇറങ്ങി. കേശൂട്ടൻ്റെ സ്കൂളിൽ അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ് പോയത്. അങ്ങനെ അവിടെ വാഴയില പറിക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ഒരു ചക്ക കിട്ടി. അത് കൂഴയായിരുന്നു, പക്ഷേ കണി വെക്കാൻ വേണ്ടി ഞാൻ എന്തായാലും അങ്ങനെ വാഴയിലയും ചക്കയൊക്കെ സെറ്റായി. ആ വീഡിയോ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല, കാരണം ഞാനും കേശുവിനും മാത്രമാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് വീട്ടിലേക്ക് വരുന്ന വഴി അന്ന് ഒന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ച്. നാളെ ഇനി സദ്യയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ട് ഇനി അടുത്ത പ്ലാനിങ് എന്ന് പറയുന്നത്, വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് കണി വെക്കാൻ 1-2 ഐറ്റംസ് കൂടെ വേണമായിരുന്നു. പിന്നെ പായസം വെക്കാനുള്ള പാലെല്ലാം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്കും പാല് കിട്ടിയില്ല. പിന്നെ രണ്ടാമത് വേറൊരു ഷോപ്പിൽ പോയി പാല് മേടിച്ചു. വീട്ടിൽ വന്ന് മൊത്തം ബഹളമാണ്, പടക്കമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ മാല കിട്ടിയില്ല കേട്ടോ, മാല മേടിക്കാൻ മറന്നുപോയി കൃഷ്ണന്. പിന്നെ തുളസിയിലയും പിന്നെ ഞാൻ വാഴയില പറിക്കാൻ പോയപ്പോൾ കുറച്ച് ചെത്തിപ്പൂവൊക്കെ അവിടെ നിന്ന് പറിച്ചായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ച് ഞാൻ മാല കെട്ടാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാല ചാർത്തുക എന്ന് പറയുന്നത്. പണ്ട് വീട്ടിലായിരുന്നപ്പോഴത്തേക്കും അതിൻ്റെ അടുത്ത് മഹാദേവൻ്റെ
ക്ഷേത്രമുണ്ട്. അവിടെ പോകുമ്പോഴത്തേക്കും എപ്പോഴും വ്രതവും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ടൈമിൽ ഞാൻ കൂവളമാല ഇങ്ങനെ ഞാൻ തന്നെ കെട്ടി കൊണ്ടുപോയി അത് ഭഗവാന് ചാർത്തുമ്പോൾ അത് കാണുമ്പോഴൊരു മനസ്സിലൊരു സന്തോഷമുണ്ടല്ലോ, അതായിരുന്നു എനിക്ക് ഈ സമയത്ത് ഓർമ്മ വന്നത്. അങ്ങനെ എന്തായാലും മാലയൊക്കെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് കൃഷ്ണന് ചാർത്താനായിട്ട്. ഭയങ്കര ഹാപ്പിയാണ്. എന്തെങ്കിലും കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടി എനിക്ക് കെട്ടാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഹാപ്പി. തുളസിയൊക്കെ നല്ലോണം ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അതെന്തായാലും ശരിയായി. പിന്നെ അങ്ങ് പടക്കത്തിൻ്റെ ബഹളമായിരുന്നു. പടക്കമെല്ലാം പൊട്ടിച്ച് കേശൂട്ടിനൊന്ന് സെറ്റായി ഹാപ്പിയായി വന്നപ്പോഴത്തേക്കും 10 മണിയായി കേട്ടോ. അതിനുശേഷം കണിയെല്ലാം ഒരുക്കി കിടന്നപ്പോഴത്തേക്കും നല്ലോണം ലേറ്റായി. രാവിലെ എന്തായാലും ചേട്ടനാണ് കണി കാണിക്കാനായിട്ട് ഞങ്ങളെ എണീപ്പിച്ചതൊക്കെ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ വിഷു ഒരുക്കങ്ങളോട് മുന്നോടിയായിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മാറണേ പത്തുമ്പോ മാറി 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 വീടെന്റെ പോ. ഇവിടെ എല്ലാവരും മഴവടങ്ങളെ മര്യാദ മേളത്തെ പട്ടി കട്ടിന്റെ അച്ഛൻ കാത്തിക്കിട്ടത് ഓടിക്കോ കേട്ടോ. മാറി കേട്ടോ കേശു കേട്ടോ. അച്ഛൻ പോണോ അപ്പുറത്തോട്ട് പോ. വട്ടം പോലെ അവിടെ നിരപ്പായ ഒരു കോൺക്രീറ്റ് പോലത്തെ സംഭവം അത് വെക്കാൻ പറ്റില്ല. ഇപ്പഴത്തെ അച്ഛനെടുത്തതാ
അയ്യോ ഓ